എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെറും 3 മാസം കൊണ്ട് നമുക്ക് ഒരു നല്ല ഉയർന്ന ശമ്പളത്തോടു കൂടി ജോലി കിട്ടുക എന്ന് പറയുന്നത് വളരെയധികം വലിയൊരു കാര്യമാണ്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ. ഇവിടെയാണ് നമ്മൾ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്ന പ്രൊഫഷനെ കുറിച്ചിട്ട് അറിയേണ്ടത്, ഇതിൻ്റെ സാധ്യതകളെ കുറിച്ചിട്ടും. ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾക്ക് മെഡിക്കൽ കോഡിംഗ് എന്താണെന്ന് അറിയുന്ന ആളുകളാവും. ഈ മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ചിട്ട് ഒന്നും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സോ നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമ്മൾ ഇതിൽ മെഡിക്കൽ കോഡിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു മെഡിക്കൽ കോഡിംഗ് പഠിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ എലിജിബിലിറ്റി വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. സോ എന്താണ് ഒരു മെഡിക്കൽ കോഡിംഗ്, അല്ലെങ്കിൽ ആരാണ് ഒരു മെഡിക്കൽ കോഡർ? നിങ്ങൾ പലരും ചിലപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്ത ആളുകളാവും. പല രീതിയിൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടും. നമ്മൾ പ്രൈവറ്റ് ആയിട്ടും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസികളൊക്കെ ഉണ്ട് ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പോൾ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ഒരാൾ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ ആ ഒരു രോഗിയുടെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്തിട്ടുള്ളത്, അതൊക്കെ നമ്മളൊരു ഫയലായിട്ട് സേവ് ചെയ്ത് വെക്കും. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറയുന്നത് നമ്മളിത് വലിയൊരു ഫയലായിട്ടാണ് നമ്മൾ സേവ് ചെയ്യുക, മീൻസ് റിട്ടേൺ ആയിട്ടുള്ള ഫയൽസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പേഷ്യൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാ ഫയൽസും നമ്മൾ ഒരു കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. കോഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മളിത് സേവ് ചെയ്യുന്നത്. അതായത് ഒരു ആൽഫ ന്യൂമറിക്കൽ കോഡായിട്ട് ഈ ഒരു എല്ലാ ഫയൽസിനെയും കൺവേർട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മളത് സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളത് സേവ് ചെയ്യുന്നത്. സോ ഇങ്ങനെ നമ്മൾ ഈ ഒരു ഫയലിനെ കൺവേർട്ട് ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്. അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ പണ്ടൊക്കെ ഇത് എഴുതി പിടിപ്പിച്ച് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഫയലൊക്കെ തയ്യാറാക്കണമെങ്കിൽ ഒരുപാട് നമ്മൾ ഓരോ സെൻറ്റൻസ് ആയിട്ട് എഴുതി ആ പേഷ്യൻ്റ് എന്തിനു വന്നു, അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ഏതൊക്കെ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, അവരെന്തെങ്കിലും സർജറി പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടോ, അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ വേർഡായിട്ടാണ് സേവ് ചെയ്തിരുന്നത്. പക്ഷേ ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മളൊരു കോഡ് രൂപത്തിൽ, ഇപ്പോൾ എന്താണ് ആ ഒരു പേഷ്യൻ്റിനുള്ള രോഗം, അത് ഒരു കോഡായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. അതേപോലെ നമ്മൾ എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്, ആ ഒരു ട്രീറ്റ്മെൻറ്റിനെ നമ്മളൊരു കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. സോ ഇങ്ങനെ നമ്മൾ കോഡ് രൂപത്തിൽ കൺവേർട്ട് ചെയ്യുന്ന ഈ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്. നമ്മളെ ഇന്ത്യയിൽ എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന ആളുകളാവണം എന്നില്ല. പക്ഷേ ഗൾഫ് കൺട്രീസിൽ, അതേപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ എല്ലാ സിറ്റിസൻസും ഹെൽത്ത് ഇൻഷുർഡ് ആവണം എന്നുള്ളത് ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവരും അവിടെ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ആളുകളായിരിക്കും. സോ അങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ള ആളുകൾ നമ്മൾ ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവരുടെ ഫയൽസൊക്കെ ഇതുപോലെ കോഡ് രൂപത്തിലാണ് സേവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം ശരിക്കും ഗൾഫ് കൺട്രീസിൽ, അതേപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിലും ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമായിട്ടുണ്ട്. കാരണം നമ്മൾ പലരും ഹെൽത്ത് ഇൻഷുറൻസ് അത്ര വലിയൊരു കാര്യമായിട്ട് എടുക്കുന്ന ആളുകളല്ല. പക്ഷെ എന്നാൽ പോലും പല ആളുകളും ഇതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ മെഡിക്കൽ കോഡേഴ്സിൻ്റെ ഒരു പ്രാധാന്യം വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോഡിംഗ് പഠിച്ച കുട്ടികൾക്ക്, മെഡിക്കൽ കോഡേഴ്സിന് വളരെയധികം ഒരു ഡിമാൻഡുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. മെഡിക്കൽ കോഡിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, +2 കഴിഞ്ഞ ഏതൊരാൾക്കും മെഡിക്കൽ കോഡിംഗ് പഠിക്കാം. അതിപ്പോൾ സയൻസ് ഗ്രൂപ്പ് എടുക്കണമെന്ന് നിർബന്ധമില്ല. ഹ്യൂമാനിറ്റീസ് പഠിച്ചൊരാൾക്കും, അതേപോലെ തന്നെ കൊമേഴ്സ് പഠിച്ചൊരു കുട്ടിക്കും മെഡിക്കൽ കോഡിംഗ് പഠിക്കാം. അതേപോലെ ഏതൊരു ഡിഗ്രി പഠിച്ചൊരാൾക്കും മെഡിക്കൽ കോഡിംഗ് ചെയ്യാം. അത് ഡിഗ്രി എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ഡിഗ്രി ആണെങ്കിൽ ഒന്നും കൂടി ഒരു പ്ലസ് പോയിന്റ് ആണ്. കാരണം നമ്മൾ കൂടുതലായിട്ടും മെഡിക്കൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഏതൊരു ഡിഗ്രി എടുത്ത കുട്ടികൾക്കും മെഡിക്കൽ കോഡിംഗ് 3 മാസം കൊണ്ട് പഠിക്കാം. മെഡിക്കൽ കോഡിങ്ങിൽ ഒരു എക്സാം വരുന്നുണ്ട്, CPC എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഒരു 3 മാസം അല്ലെങ്കിൽ 3.5 മാസം കഴിഞ്ഞിട്ട് ഇതിനൊരു എക്സാം വരുന്നുണ്ട്, ഒരു ക്വാളിഫൈയിങ് എക്സാം വരുന്നുണ്ട്. CPC എന്നാണ് ആ എക്സാമിൻ്റെ പേര്. CPC എന്ന് പറയുന്ന എക്സാം ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെഡിക്കൽ കോഡറായിട്ട് വർക്ക് ചെയ്യാം. സോ ഈ CPC കുറച്ചൊരു ടഫ് ആയിട്ടുള്ള എക്സാം തന്നെയാണ്. പക്ഷേ മറ്റുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനെ കമ്പയർ ചെയ്യുമ്പോൾ CPC അത്ര അധികം ഒരു ടഫ് എക്സാം അല്ല. നമ്മളൊരു 3 മാസം 3.5 മാസം നമ്മൾ കറക്റ്റ് നല്ല രീതിയിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ഇത് ഇൻ്റർനാഷണൽ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. ഇതിന് AAPC എന്ന് പറയുന്ന, അതായത് അമേരിക്കൻ അക്കാദമി ഫോർ പ്രൊഫഷണൽ കോഡേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു അംഗീകാരം കിട്ടിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെ നിങ്ങൾ മെഡിക്കൽ കോഡിംഗ് പഠിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാം അപ്രൂവേഷൻ ഉള്ളതാണോന്ന് അറിയില്ല. AAPCയുടെ അംഗീകാരമുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പഠിക്കാൻ നോക്കുക. അതേപോലെ തന്നെ ഈ CPC എന്ന് പറയുന്ന എക്സാം പാസ്സായ ആളുകൾക്ക് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ജോലിക്ക് കയറാം.
ഇതിന് പിന്നീട് വേറെ പ്രത്യേകിച്ച് ഒരു ക്വാളിഫൈങ് എക്സാമിനേഷൻസ് കാര്യങ്ങളൊന്നുമില്ല. ഈ CPC എന്ന് പറയുന്ന എക്സാംസ് അറ്റൻഡ് ചെയ്ത് അതിന് നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെഡിക്കൽ കോഡറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. സോ ഈ മെഡിക്കൽ കോഡിങ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഒരാൾക്കാണ്. +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കും പഠിക്കാം. പക്ഷേ ചില കമ്പനീസ് ഒരു ഡിഗ്രിയും കൂടെ ബേസിസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഇതിന് ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. സോ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക്, അപ്പോൾ അത് ഏത് രീതിയിലുള്ള ഡിഗ്രി കഴിഞ്ഞ ആളും മെഡിക്കൽ ഫീൽഡ് തന്നെ വേണമെന്നില്ല. പക്ഷേ മെഡിക്കൽ ഫീൽഡിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ ഒന്നും കൂടെ പെട്ടെന്ന് ഈ ഒരു ടേംസ് കാര്യങ്ങൾ കൂടുതലായിട്ട് വരുന്നത് അനാട്ടമി, അതേപോലെ നമ്മൾ ഓരോ രോഗം, ഓരോ ഡിസീസ്, അതിൻ്റെ കോഡ്സ്, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഓരോ സബ്ജക്ട്സ് വരുന്നത്. അപ്പോൾ സയൻസ് ഗ്രൂപ്പ് പഠിച്ച അല്ലെങ്കിൽ നമ്മളൊരു മെഡിക്കൽ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ പെട്ടെന്ന് ഇത് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. പക്ഷേ അവർക്ക് ഈ ഒരു CPC എക്സാം പാസ്സാവണമെന്നില്ല. അപ്പോൾ ആരാണോ നല്ല രീതിയിൽ ആ ഒരു എക്സാമിൽ പെർഫോം ചെയ്യുന്നത് അവർക്ക് മെഡിക്കൽ കോഡിംഗ് ഈ ഒരു CPC എക്സാം പാസ്സാവും, അവർക്ക് മെഡിക്കൽ കോഡറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. മെഡിക്കൽ കോഡിംഗുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത് വളരെ ഡിമാൻഡുള്ള, ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള കോഴ്സ് തന്നെയാണ്. 3 മാസം മാത്രമാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. വളരെ കുറഞ്ഞ പൈസയിൽ തന്നെ നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാം. അതേപോലെ ഈ CPC എക്സാം എഴുതി കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിങ്ങൾക്ക് വേറൊരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഈ CPC അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർനാഷണലി നിങ്ങൾക്ക് ഏത് കൺട്രീസിൽ വേണമെങ്കിലും ജോലി ചെയ്യാം മെഡിക്കൽ കോഡറായിട്ട്. അപ്പോൾ അങ്ങനെ വളരെയധികം ഡിമാൻഡുള്ള കോഴ്സ് തന്നെയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.